എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ടൊക്കെ വന്നത്? പഠിച്ചത് എന്തായിരുന്നു? ഞാൻ ഞാനിപ്പോ MBA ആണ്. ഓക്കെ ഓക്കെ. MBA ഗ്രാജുവേറ്റ് ആണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിരുന്നു. വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അഭിനയമോഹം പണ്ട് മുതലേ ഉണ്ട്. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ചെയ്തു, ഒരു സിനിമ ചെയ്തു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇതിൽ അത് കഴിഞ്ഞ് കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കേരളത്തിൽ ഒരു ഓഡിഷൻ വന്നു, സീരിയലിൻ്റെ ഒരു ഓഡിഷൻ വന്നപ്പോൾ ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയതാ. അപ്പം ഈ മില്ലേനിയത്തിന്റെ പ്രൊജക്റ്റിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. അനുരാഗ ഗാനം പോലെ KK രാജീവ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സീരിയൽ, അതാണ് എൻ്റെ സീരിയലിന്റെ ഡെബ്യൂ. അതാണ്. അപ്പം KK രാജീവ് സാറിന്റെ കീഴിലാണ് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ സൂര്യ TV വന്നു. പിന്നെ കൈരളിയിൽ ഒരു സിറ്റ്കോം ഉണ്ടായിരുന്നു, അവിടുത്തെ പോലെ ഇവിടെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതാണ് മൂന്നാമത്തേത്. സാന്ത്വനം 2 നാലാമത്തേത്. അങ്ങനെ ഒരു എത്ര വർഷമായിട്ട്, ഇപ്പം എത്ര ഇയർ ആയിട്ട് ഈ ഒരു ഫീൽഡ്? 2.5 വർഷമായി. 2.5 വർഷം. പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീല്? നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ ഈ ഒരു ഓഡിഷൻ കയറി വന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീല്? ഞാൻ സത്യം പറഞ്ഞാല് ഈ പറഞ്ഞതുപോലെ അഭിനയമ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് ഞാനതങ്ങ് വിട്ടായിരുന്നു. ഇനിയിപ്പം വേണ്ട, ഇനിയിപ്പോ സിനിമ സീരിയലൊന്നും വേണ്ട, നമ്മൾ സാധാരണഗതിയിൽ അങ്ങ് പോയാൽ മതി. സീരിയല് ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിലേക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, എനിക്ക് ആരെയും പരിചയമില്ല. ഭയങ്കര പാടാണോ സീരിയലിലൊക്കെ എത്തിപ്പെടാനായിട്ട്, ഈ ഫീൽഡിൽ കയറാനായിട്ട്? പ്രയാസമാണ്. പിന്നെ കോമ്പറ്റീഷൻ ഉണ്ടോ? നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഇപ്പം സീരിയലിൽ ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും. ഞാൻ ആ ഓഡീഷന് പോയപ്പോൾ ഏകദേശം 10 മണിക്ക് ഓഡീഷൻ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയും കുട്ടിയാണ് ഞാൻ പോകുന്നത്. എറണാകുളത്ത് വെച്ച് മെർമെയ്ഡ് ഹോട്ടലിൽ വെച്ചായിരുന്നു ഓഡീഷൻ. അപ്പൊ ചുമ്മാ ഒരു ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മയാണ് എനിക്ക് പ്രോത്സാഹനം തന്നത്. എടാ വാടാ പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എന്തിനാ അമ്മ വെറുതെ പോയിട്ട് കാര്യമൊന്നും ഇല്ല, പോണോ? അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല വാ ചുമ്മാ പോയേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ്. അവിടെ ചെന്ന് 10 മണിക്ക് ഓഡീഷൻ പറഞ്ഞ് 8:30 ആയപ്പോഴത്തേനും ഞാൻ അവിടെ ചെന്ന് ഓഡീഷന് ഞാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ചെസ്റ്റ് നമ്പർ 191 ആണ്. 8:30ക്ക് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ചെസ്റ്റ് നമ്പർ 191. അത്ര ആൾക്കാർ വന്നു കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും 1000+ എല്ലാം നമ്മൾ ചെറുപ്പക്കാർ, ഏകദേശം നമ്മുടെ ഏജിലുള്ള ആൾക്കാർ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. ഇഷ്ടം പോലെ നല്ല അഭിനേതാക്കളും കഴിവുള്ളവർ ഇഷ്ടം പോലുള്ള ഇതാണ്. അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സീരിയലിൽ, പക്ഷെ എത്തിപ്പെടാൻ നമുക്ക് പാടാണ്. അപ്പൊ ഇനി കുറച്ച് നാളായിട്ട് മൂവിയിലോട്ട് പോകാനുള്ള അങ്ങനെ മൈൻഡ് സെറ്റ് എന്തെങ്കിലും ഉണ്ട്? മൂവിയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൂവിയാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അത് ആഗ്രഹമാണ്. അതെ, സിനിമ ഞാൻ ഒരു സിനിമ ചെയ്തു, പക്ഷെ സിനിമ അത്ര സക്സസ് ആയില്ല. അതായത് ഒരു സിനിമയിൽ ചെയ്തു, ത്രൂ ഔട്ട് റോൾ ഉണ്ട്. അത് റിലീസായ സിനിമയാണ്. പിന്നെ ഒരെണ്ണം തമിഴ് ചെയ്തിരുന്നു, അത് ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ്, തലൈവി എന്ന് പറയുന്നൊരു സിനിമ. അതില് പക്ഷെ ടെലികാസ്റ്റ് ചെയ്ത് വന്നപ്പോ കാണാൻ പോലും ഇല്ല. അത് കട്ട് ചെയ്തത് ചെറിയൊരു സംഭവമല്ല, അത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പൊ കട്ട് ചെയ്തതിൽ പറ്റി കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് സങ്കടം വന്നു, കാരണം അതൊരു വലിയൊരു പടമാണ്, ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു ചെറിയ പോർഷനേ ഉള്ളൂ, അത് കട്ട് ചെയ്ത് കളഞ്ഞു, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ മൂവി ചെയ്തൊരു എക്സ്പീരിയൻസ് അങ്ങനെയുണ്ട്. പിന്നെ പണ്ട് തൊട്ടേ സീരിയലിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് വളർന്നതാണ്. അവരൊക്കെ സീരിയല് പണ്ട് തൊട്ടേ സീരിയല് കാണുന്നതാണ്. പിന്നെ എൻ്റെ അച്ഛൻ അഭിനയമോഹം ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പൊ അച്ഛക്ക് പണ്ട് തൊട്ടേ ഈ സീരിയലുമായിട്ട് കുറച്ചൊക്കെ ബന്ധമുണ്ട്. സീരിയല് അഭിനയിക്കണം അല്ലെങ്കിൽ നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ട് ഒരാളാണ്. എൻ്റെ പേരിൽ ഇഷ്ടം പോലെ വീട്ടിൽ നിന്ന് തെറി കേട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പറഞ്ഞാല് കല്യാണത്തിന് മുമ്പും ശേഷവും ഒരുപാട് പേര് പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. അതായത് ഫാമിലി മെമ്പേഴ്സ് പോലും പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. എന്ത് കാര്യത്തിന് കുറെ പൈസ കൊണ്ട് കളയുകയാണ്, നീ എന്തിനു കൊണ്ട് കളയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളി. അപ്പം ഞാൻ സീരിയലിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അപ്പനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അത് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞവരും ഉണ്ട്, ഫ്രണ്ട്സും ഉണ്ട്, ഫാമിലിയും ഉണ്ട്, എല്ലാരും പറഞ്ഞവരുണ്ട്. അവൻ കൊണ്ട് കുറെ കൊണ്ട കളഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ സീരിയലിൽ വന്നപ്പോ എല്ലാരും തുടക്കത്തിൽ അപ്പന്റെ അതേ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് അവൻ വരുന്നുണ്ട്, പക്ഷെ തിരിച്ചു പിടിച്ചു. ഇപ്പൊ അതിന്റെ പേരില് എന്റെ അച്ഛൻ ഇച്ചിരി ഒരു ഇതായിട്ട് നിൽപ്പുണ്ട്. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചെങ്കിലും ഇതിൽ കൂടെ നിറവേറ്റാൻ പറ്റിയെന്നാണ് ഞങ്ങള് വിചാരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ചെയ്തോണ്ടിരുന്ന വർക്കും ഇപ്പൊ ചെയ്തോണ്ടിരുന്ന വർക്കും ഉള്ള ഡിഫറൻസ് എന്തായിരുന്നു? നേരത്തെ ഈ ഫീൽഡ് അല്ലായിരുന്നു, നമ്മൾ MBA ഒക്കെ പഠിച്ച് ഡെയിലി ഓഫീസിൽ പോകുന്നു. അപ്പൊ ഇത് രണ്ടും ഉള്ള വ്യത്യാസം എന്തായിരുന്നു? ഇതാണ് കുറച്ചുകൂടെ പ്രയാസം. ഇച്ചിരി ബുദ്ധിമുട്ട്. നമ്മള് ജോലി ചെയ്യുന്ന പോലെ അല്ല. അതായത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. സീരിയല് സംബന്ധിച്ച്
ഇത് ചിലർ പറയുന്നത് ആർക്കും വേണമെങ്കിലും പോയി അഭിനയിക്കാം. ഇപ്പൊ അഭിനയിക്കാം. ചില ടീച്ചേഴ്സ് ചില സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, പോയി വല്ല അഭിനയിക്കടാ, വല്ല സിനിമയിലോ സീരിയലിൽ അഭിനയിക്കടാ എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ ഭയങ്കര പ്രയാസമുള്ള ഒരു ജോലിയാണ്. എനിക്ക് സിനിമയെ കാട്ടി കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ചെയ്യാൻ സീരിയലാണെന്നാണ് എനിക്ക്. അങ്ങനെയാണോ? എല്ലാരും പറഞ്ഞു സിനിമ ഭയങ്കര പാടാണ്, സിനിമ കുറച്ചുകൂടെ സിനിമയെക്കാട്ടി എളുപ്പമാണ് സീരിയലിൽ അഭിനയിക്കാൻ എന്നൊക്കെ പറയും. പക്ഷെ എന്താണ് അതിന്റെ റിയാലിറ്റി? സീരിയൽ കുറച്ച് പാടാണ്. കാരണം നമ്മൾ ഒരു മൾട്ടി ടാസ്കർ ആയിരിക്കണം ഒരു സീരിയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതായത് സംഭവം ചില മൂവ്മെന്റ്സ് ഓൾറെഡി നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് ഡയറക്ടർ നമുക്ക് പറഞ്ഞനുസരിച്ച് ആ വഴി കൂടെ പോകാൻ പാടുള്ളൂ. പ്രോംപ്റ്റിങ് കേൾക്കണം, കേട്ടിട്ട് ആ മീറ്റർ വിടാതെ നമ്മൾ പറയണം. അതിന്റെ ഫീൽ എന്താണോ ആ ഫീൽ വിടാതെ നമ്മൾ പറയണം. അതായത് ഒരെണ്ണം കേട്ടോണ്ട് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷനും ഇട്ടുകൊണ്ട് നമ്മുടെ ആയിട്ടുള്ള മീറ്റർ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തൂടെ പൊസിഷനിൽ മൂവ് ചെയ്ത് ഫോക്കസും വിടാതെ നമ്മളത് മൂവ് ചെയ്ത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇച്ചിരി പാടാണ്. കാരണം ഔട്ട്ഡോർ ഷൂട്ടുകൾ വരാം പലയിടത്തും. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ പല കമന്റ്സുകളും കേൾക്കാം. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളിരുന്ന് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുവെ ഞങ്ങൾക്ക് തോന്നുന്നത്.